ഇന്നലെ കണ്ട പെൺകുട്ടിക്ക് എന്താ ഒരു കുറവ്? പണല്ലേ, കുടുംബ മഹിമില്ലേ? എടോ, പെണ്ണിന്റെ പ്രായം കൂടി നമ്മൾ നോക്കണ്ടേ? താനും മജീദും കൂടെ നിർബന്ധിച്ചത് കൊണ്ട് പോയതാ. ആ സ്ത്രീക്ക് ഒരു 45 വയസ്സെങ്കിലും തീർച്ചയായിട്ടും കാണും. ആയിക്കോട്ടെ, നമുക്കിപ്പോ എത്ര വയസ്സായി? 55 ആയതാണല്ലോ റെക്കോർഡ്. ഷഷ്ടി പൂർത്തിയാവാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? താൻ കൊള്ളാമല്ലോ, പറഞ്ഞു താൻ എന്നെ കിളവനാക്ക. ആക്കുന്ന എന്തിന്? ആയില്ലേ? ആ 55 ആയോ? അത് സത്യം. പിന്നെന്താ? അതെ, ഈ 55കാരന് ഒരു 45കാരിയെ കെട്ടിയാ പോരെ? ചെറുപ്പക്കാരിയെ കെട്ടുന്നത് ഈ പ്രായക്കാരന് തീക്കളിയോ? പറഞ്ഞേക്കാം. 10-20 വർഷമായാലും ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ നേരുപോലെ കൂടിയിട്ട് എനിക്കൊരു കുടുംബം ഉണ്ട്, അത് മറക്കണ്ട. കാണുമ്പോഴൊക്കെ ഭാര്യ മോളും ചോദിക്കും, ഇനിയെങ്കിലും അടങ്ങി ഒതുക്കി ജീവിച്ചാ പോരേന്ന്. ഇതൊക്കെ ഇപ്പൊ പറയാൻ എനിക്കിനി വെച്ച് വിളമ്പി തരാനുള്ള ശേഷിയില്ല. അത് തന്നെ. ഇയാൾ എനിക്ക് വെച്ച് വിളമ്പി തരണ്ട, ഇല്ലെങ്കിൽ ഞാൻ പട്ടിണിയാവൂ. കാണാൻ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ എന്താവും. ഇയാളൊരു കാര്യം. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ചില നേരത്തെ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അക്കാര്യം ആ വേലക്കാരിയും പലതവണ പറഞ്ഞു. അവൾക്ക് മടുത്തു. ചിലപ്പോൾ എനിക്കും തോന്നും ഇതൊക്കെ കളഞ്ഞിട്ട് പോയാലോ എന്ന്. പക്ഷെ എനിക്കതിന് കഴിയില്ല. ഈ മനസ്സെനിക്കറിയാം. താനിന്നൊരു വല്ലാത്ത മൂഡിലാണല്ലോ. എനിക്കുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ പറയണം. പറയടോ, തനിക്കെന്നോട് എന്തും പറയാം. താൻ എനിക്കൊരു ജോലിക്കാരനല്ല, എന്റെ സുഹൃത്താണ്, കാര്യസ്ഥനാണ്, എല്ലാമാണ്. താനില്ലെങ്കിൽ ഞാൻ ആരുമല്ല. ഇനിയെങ്കിലും ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്നാലേ എല്ലാം ശരിയാവും. അതിന് ശ്രമിക്കാഞ്ഞിട്ടല്ലോ, ശരിയാവാഞ്ഞിട്ടല്ലേ? എങ്ങനെ ശരിയാവും? ഈ പ്രായത്തിലും സ്കെയിലും കൊണ്ട് നടക്കല്ലേ പെണ്ണിനെ നീളും മണ്ണും അളക്കാൻ? കണ്ണിങ്ങനെ അയക്കണം, കാലിങ്ങനെ അയക്കണം. നീ എന്താ മുറ്റമടിക്കാണോ അതോ ഗാനമേള നടത്തുകയാണോ? അല്ല സാറേ, മുറ്റടിക്കുക. അല്ല സാർ, മുറ്റമടിക്കുക. മുറ്റമടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിങ്ങനെ നാക്കണം. നീയൊക്കെ ഗസറ്റ് ഓഫീസറെ ശമ്പളവും വാങ്ങിച്ച് മേലെ ഇറങ്ങാതിരുന്നു. ആർക്കാനും വേണ്ടി ഓർക്കാനിച്ചാ പോരാ, വൃത്തി വേണം, വൃത്തി. മനസ്സിലായോ? എന്നാ ഇതേപോലെ അങ്ങോട്ട് ചെയ്യും. വൃത്തിയും വെടുപ്പും എന്നൊക്കെ പറയുന്നത് ജാത്യാലുള്ളതാ. നിനക്കിവിടെ മടുത്തോന്നല്ലേ പറഞ്ഞത്? മടുത്തെങ്കിൽ ഒരു നിമിഷം നിൽക്കരുത്, വെച്ച് വിടുന്നതാ നല്ലത്. അയ്യോ, സാറിനോട് ആര് പറഞ്ഞു? എനിക്ക് മടുത്തിട്ടില്ല. എനിക്ക് മടുത്തെന്ന് സാറിനോട് ആരെങ്കിലും പറഞ്ഞാൽ ആ പണ്ടാര കാലിലെ കുരി വെട്ടിയെടുത്തോണ്ട് പോകുള്ളൂ. എന്താടോ ഇത്? ചായ? അതല്ല, ഇതെന്തുവാന്ന്? ഇത് കാക്കക്കാഷ്ടല്ലേ? അത് അതിപ്പം കാക്കയോട് തൂറരുതെന്നൊക്കെ പറയാൻ പറ്റുമോ? താനാ വെള്ളം കിട്. ചായ. തനിക്ക് ഈ ഗ്ലാസ് ഒന്ന് നേരെ ചൊവ്വേ കഴിക്കൂടെ? നന്നായി കഴി, വേറെ ചായ എടുത്തുണ്ടോ? ഇതുകൊണ്ട് കളാ. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന് രാവിലെ. എന്തിനാണ് അത് കളഞ്ഞത്? നല്ല കട്ടിപ്പാലുണ്ട് ഉണ്ടാക്കിയ ചായയായിരുന്നു. എനിക്ക് തന്നാ ഞാൻ കുടിക്കില്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് തരില്ലെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി അവിടെ കൊണ്ടുപോയി വിളമ്പിയല്ലേ? അങ്ങനെ പറ്റിപ്പോയി. അദ്ദേഹത്തെ ഒന്ന് നേരാക്കി എടുക്കാൻ നോക്കിയതാ. കേടായ വണ്ടി ജാക്കി വെച്ച് പോക്കും പോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. കമലാക്ഷി അത് വിട്ടേക്ക്. ഇനി ചായ ഇടണ ഇട്ടതുണ്ട്, ഇതൊന്ന് കഴുകിച്ചാ മതി. ഇങ്ങ് താഴണ. എന്തിനാ ഇതിങ്ങനെ ഇപ്പോഴും കഴുകുന്നത്? പിന്നെ അണ്ണന് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. എന്നാ ആ ചായ ഇങ്ങോട്ട് ഒഴിക്കും. എന്തിന്? ആ ചായ ഇങ്ങോട്ട് ഒഴിക്ക്. വേലയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒഴിക്കും. അങ്ങേര് പറയുന്നതൊക്കെ അപ്പാടെ കേട്ട് അപ്പു അണ്ണനാ അങ്ങേര് ഇങ്ങനെ വഷളാക്കുന്നത്. ഈ ചായ ഞാൻ കൊണ്ട കൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, ഇവിടെ കൊലക്കളാവും. പിന്നെ എന്നെ അങ്ങ് മുടങ്ങോ?
അമ്മോ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ ഇതുപോലത്തെ പടങ്ങളൊന്നും ഇവിടെ ഒട്ടിക്കരുതെന്ന്. ചുമ്മാതല്ല ഏതു നേരം കഥ പറച്ചിരിക്കുന്നത്. മയക്കുമരുന്നും സിറിഞ്ചൊക്കെ ഉണ്ടോടാ? അയ്യേ ഞാൻ ആ ടൈപ്പൊന്നുമല്ല. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഈ മുറിയൊക്കെ വെടിപ്പാക്കിയിടണം. പ്രൊഫസർ ബാലേന്ദ്ര മേനോന്റെ വീട്ടിലെ മുറി ആയിരിക്കണം ഇത്, മനസ്സിലായോ? ഓ. നിനക്ക് എവിടെ നിന്നാടാ മൊബൈൽ ഫോൺ? എന്താ മറുപടിയില്ലേ? എനിക്ക് മൊബൈലൊന്നുമില്ല. പിന്നെ ഇപ്പൊ കേട്ടതോ? എന്ത് കേട്ടു? ഞാനൊന്നും കേട്ടില്ലല്ലോ. അങ്കിളിന് തോന്നിയതായിരിക്കും. ഇങ്ങോട്ട് വാ. അല്ല എന്താടാ ഇത്? മൊബൈൽ ആണോ? ഇതെവിടുന്നാ? ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ. പ്ലീസ് അങ്കിൾ, ഓപ്പറേറ്റ് അറിയാതെ അവിടെ എവിടെയും പിടിച്ചേക്ക് അതാകെ കൊളായിപ്പോ. വില കൂടിയ സെറ്റാ. അല്ല അങ്കിളെ അങ്കിളെ നശിപ്പിക്കല, അങ്കിളെ നശിപ്പിക്കല പ്ലീസ്. അത് തിരിച്ചു കൊടുക്കണം എനിക്ക്. എന്നാ കാണിക്കുന്നത്? അയ്യതാ പോയി. അത് ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല പിന്നെ ചേട്ടാ, ഒന്നുമില്ല. അത് നല്ല സെറ്റല്ലേ. ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത പിള്ളേരുടെ കാര്യത്തിലൊക്കെ വെറുതെ കയറി. പണി ഉണ്ടാകാതിരിക്കാനാ താൻ അവന്റെ അഭിപ്രായം ശ്രദ്ധിച്ചോ? അത് അവന്റെ തന്നെ. മാത്രമല്ല ഞാൻ കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ട്. തനിക്കറിയോ ഈ ലോകത്ത് നടക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ മൊബൈൽ ഫോണാ. അതെയോ? ആ. ആഹാ. വരുന്നു. അണ്ണാ ഞാൻ നോക്കാം. നീ ഇതിൽ കയറി പിടിക്കാതെ പോയൊരു വാഴയില വെട്ടിക്കൊണ്ട് വാ. ചെല്ലേ. അല്ല എന്തിനാ വാഴയില? ഇതിനകത്ത് ഇട്ടാ മതി. എന്റെ വായിക്കെടുക്കുന്നത് കേൾക്കും കേട്ടോ. പോയി പറഞ്ഞ പണിയേ. ചെല്ല്. പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ തോറ്റു പോയുള്ളൂ. കത്തി എവിടെയാ? കത്തി കൂടി ഞാൻ എന്റെ കയ്യിൽ എടുത്തരണോ? പോയി നോക്കി എടുത്തോണ്ട് പോ. ആ കത്തി വേണ്ടിയിരിക്കണം. എന്നെ കഷ്ടപ്പെടുത്തുന്നല്ലാതെ എന്താ ഇതിലൊക്കെ ഒരു കാര്യം? ആ പാത്രത്തിൽ രണ്ട് കൊണ്ടുപോയി എന്തൊരു കുഴപ്പം? അല്ലെങ്കിൽ അയാൾക്ക് ഒരെണ്ണം വന്നാണ്ട് വെട്ടിക്കൊണ്ടുപോയി കൂടെ? എന്തിനാ വാഴയെ നീ കൊലയ്ക്കാൻ പോയത്? കൊലയട്ടെ അയാളും അയാളുടെ ഒരു വാഴയും. നന്നായില്ല. ഒരു വാഴയില വെട്ടിയെടുക്കാൻ ഇത്രയും സമയം വേണം? പിന്നെ വേണ്ടേ? ആദ്യം വാഴ വെട്ടി അത് താഴെ വന്നിട്ട് വേണ്ടേ അതിന് ഇല വെട്ടിയെടുക്കാൻ? അപ്പൊ വാഴ വെട്ടിയോ? വെട്ടി. ഏത് വാഴ? കൊലച്ച് നിൽക്കണ വാഴ. ദൈവമേ, നീ എന്നെ കൊല്ലിക്കും. അപ്പൊ നമുക്ക് ഇല വേണ്ടേ? എന്ന് വെച്ച് കൊലച്ച വാഴ പോയി വെട്ടല? അയ്യോ അയ്യോ, ഇനി നോക്കിക്കാതെ വാട്ടെടുക്ക്. ചെല്ല്. അയ്യോ ഇതിനകത്ത് ഇത്തിരി അഴുക്കുണ്ട്. ഇത് എവിടെട്ടാ വാട്ടത്? നോക്കട്ടെ. അണ്ണ അത് ചോറിടുമ്പോ വാടിക്കോളൂ അണ്ണ. വാടുവല്ലേ? എന്താ ആയില്ലേ അപ്പുള്ളേ? ഇതാ ചുട്ടരച്ച ചമ്മന്തിയും അച്ചാറും കാച്ച മോരും മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ അത് പോരെ? മതിയെങ്കിൽ മതി. പക്ഷേ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ശരി, ഇനിയെങ്കിലും ഇലവാട്ടി പൊതിയല്ലോ ഒന്ന് മതിയാക്കണം. ഒരു ടിഫിൻ ബോക്സ്, അത് വെക്കാൻ ഒരു ബാഗ് മതി. തൽക്കാലം എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു ഉപദേശമായിട്ട് വന്നോളൂ. എന്തിനാ അയാളോട് കിടക്കും പിന്നേരൊക്കെ പറയാൻ നടക്കുന്നത്? എന്തിനാ ഏതോ കൊണ്ടുപോയി തിന്നട്ടെ അയാള്. ഒന്ന് പോടി അവിടുന്ന്. നിന്നെ ആരും കൊണ്ട് വിളിച്ചോ? മേലാലിക്കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. ഓ വരുന്നു മാക്കോത. ഞാനൊന്നും വരുന്നില്ലേ? എനിക്കെന്ത് കാര്യം? ചെല്ല്.